ഇബ്നു മുൽജിം എന്ന പേര് പറയലായി കേട്ട് അലിയാരും ഞെട്ടി വിറച്ച് പോയി. അങ്ങനെ മഹാനായ അലിയാർ തങ്ങൾ ഇബ്നു മുൽജിം എന്ന പേര് ആ ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോൾ അതാ അലിയാർ തങ്ങളാകെ കോരിത്തിരിച്ചിരിക്കുകയാണ്. എന്തായിരുന്നു കോരിത്തിരിക്കാൻ കാരണം? മഹാനായ അലിയാർ തങ്ങൾ ഇബ്നു മുൽജിമിനോട് ചോദിച്ചു. പുറപ്പെട്ടതായി ഇബ്നു മുൽജിൻ സന്തോഷത്തിൻ വാർത്തയുമായി അതിവേഗമിൽ ചീറി വരുന്നു എന്തൊരു അന്തസ്സിലെ ത്വയ്ബയിലെത്തിടാൻ വരവായി പരിയതിൽ വേഗമിൽ ഉണർവായി സമയമിൽ ഒരു സൗത്ത് കേട്ടത മുൽജിം നെട്ടിത്തരിച്ചിടലായി മഹാനായ ഇബ്നു മുൽജിം വന്ന ചെറുപ്പക്കാരനായ ഇബ്നു മുൽജിം മഹാനായ അലിയാർ തങ്ങളോട് പറയുകയാണ്, എൻ്റെ പേര് ഇബ്നു മുൽജിൻ, ഞാൻ കൂഫയിൽ നിന്നാണ് വരുന്നത്, ഞാൻ നിങ്ങളുടെ സൈന്യത്തിൽ ചേരാൻ വന്നവനാണ്, നിങ്ങളെ അന്വേഷിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഉടനെ തന്നെ മഹാനായ അലിയും കറമല്ലാഹു വജ്ഹഹു അവിടുന്ന് ചോദിക്കുകയാണ്, ഇബ്നു മുൽജിം, നിനക്ക് ഇബ്നു മുൽജിം എന്നല്ലാതെ എന്തെങ്കിലും കോഡ് പേരുകളുണ്ടോ? നിൻ്റെ ഉമ്മ നിന്നെ വല്ല പേരുകളും വിളിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അലിയാർ തങ്ങളോട് ഇബ്നു മുൽജിം പറയുകയാണ്, എടാ പഹയ എന്നൊക്കെ എൻ്റെ അമ്മ വിളിച്ചലുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ നിൻ്റെ കൈകൊണ്ട് തന്നെയാണ് എൻ്റെ അന്ത്യമെന്ന് മഹാനായ അലിയും കറമല്ലാഹു വജ്ഹഹു. ഏതായാലും മഹാനായ അലിയാർ തങ്ങൾ തൻ്റെ സൈന്യത്തിൽ ചേർക്കുകയാണ്. ഏതായാലും ആ ഉദ്ദേശത്തോടു കൂടെയാണല്ലോ അദ്ദേഹം വന്നത്. അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധി അത് എന്തായാലും നടക്കാതിരിക്കുകയില്ല. മഹാനായ അലിയും കറമല്ലാഹു വജ്ഹഹു തൻ്റെ പട്ടാളത്തിൽ ഇബ്നു മുൽജിമിനെ ചേർത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു യുദ്ധം അടുത്ത് വന്നപ്പോൾ ആ യുദ്ധത്തിൻ്റെ ക്യാപ്റ്റനായി മഹാനായ അലിയാർ തങ്ങളെയാണ്, അലിയാർ തങ്ങൾ ഇബ്നു മുൽജിമിനെയാണ് ആ യുദ്ധത്തിൻ്റെ ക്യാപ്റ്റനായി ഏൽപ്പിക്കുന്നത്. ഏതാണ് ആ യുദ്ധം? അടുത്ത എപ്പിസോഡിൽ.